കാരണം എവിടെയെങ്കിലും ഞാനിങ്ങനെ ഇച്ചിരി തെറ്റൊക്കെ ചെയ്ത് എന്തെങ്കിലും ഇപ്പം സാധാരണ എല്ലാവരെയും പോലെ തന്നെ ചെറിയ ചെറിയ ഉടായ്പകളോടുകൂടി ജീവിക്കാന്ന് വിചാരിച്ചാൽ മനസ്സ് സമ്മതിക്കില്ല. ഇങ്ങനെ കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടൂല. ഇങ്ങനെ ഉള്ളിൽ കിടന്ന ഒരു ആത്മാവിന്റെ ഒച്ചപ്പാട് കേൾക്കും. എന്നെ ഞാനാക്കിയ ഒരപ്പന്റെ കഥ. ഈ ലോകത്തുള്ള ഒന്നും ഒരു കാര്യത്തിനും ആ ഒരു കിട്ടിയ ആനന്ദത്തോളം വലുതായിട്ട് വരില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ഗ്രീറ്റൽ, പാലക്കാട് ജീസസ് യൂത്തിന്റെ പാർട്ടാണ്. ഞാൻ എൻ്റെ ഈശോയുമായിട്ടുള്ള ഞങ്ങളുടെ വ്യക്തിബന്ധത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈശോ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് എന്നോട് ഭയങ്കര പൊസസീവായിട്ടുള്ള സ്നേഹമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈശോയ്ക്ക്. കാരണം എവിടെയെങ്കിലും ഞാനിങ്ങനെ ഇച്ചിരി തെറ്റൊക്കെ ചെയ്ത് എന്തെങ്കിലും ഇപ്പം സാധാരണ എല്ലാവരെയും പോലെ തന്നെ ചെറിയ ചെറിയ ഉടായ്പകളോടുകൂടി ജീവിക്കാന്ന് വിചാരിച്ചാൽ മനസ്സ് സമ്മതിക്കില്ല. കാര്യം ഉള്ളിൽ കിടന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അങ്ങ് തിരുത്തി കളയും, അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തും. അപ്പോൾ വേറെ വഴിയില്ലാണ്ട് ഞാൻ വേഗം പോയി വേഗം അടുത്ത പരിപാടി പിടിച്ച് ഓക്കെ ഈശോപ്പ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് സന്തോഷമായിട്ടിരിക്കണം, ആ ഒരു സംഭവം കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തുന്നത് 10ാം ക്ലാസ്സിൽ ഞങ്ങൾ ലൂർദ് മാതയിലാണ് പഠിക്കണേ. ലൂർദ് മാത മംഗലം ഡാമിൽ, അവിടുത്തെ ചാപ്പലിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈശോയെ കാണണേ. അതായത് ആ ചാപ്പലിൻ്റെ അകത്തായിരുന്നു ശരിക്കും ഞാനും എൻ്റെ ഈശോയുമായിട്ടുള്ള ബന്ധം തുടങ്ങണേന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പ്രാർത്ഥിക്കാനൊന്നും അറിയാത്ത, കാറ്റിസം ക്ലാസ്സിലൊക്കെ ഇച്ചിരി ഉഴപ്പിയൊക്കെ നടക്കണ ഒന്ന് അങ്ങനെ കർത്താവ് ഞാനുമായിട്ട് ഭയങ്കര ഒരു അകലത്തിലായി. മീൻസ് അതായത് അറിയില്ല, പുള്ളിയും ഞാനും ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ സ്ട്രേഞ്ചേഴ്സിൽ നിന്ന് ഞങ്ങൾക്കിടയിൽ ഒരു ഭയങ്കര കണക്ഷൻ വന്നത്, ഞങ്ങളുടെ നോട്ടങ്ങൾ പരസ്പരം ഉടക്കിയത് അതൊക്കെ ആ ചാപ്പലിൽ വെച്ചിട്ടാണ്. ഇന്ന് ആ ചാപ്പൽ മാറി, ഇന്നൊരു നല്ല ഭംഗിയൊക്കെയുള്ള ഒരു നല്ല ഭംഗിയാണ് ഇപ്പോഴത്തെ ചാപ്പലൊക്കെ കാണാൻ. പക്ഷെ പണ്ടൊരു നീല പെയിന്റ് അടിച്ച ഒരു കുഞ്ഞ് ചാപ്പല്. പക്ഷെ അതിനകത്തുള്ള ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ സ്വന്തമായിരുന്നു. ഞാനും ആ ഈശോയും തമ്മിൽ ഭയങ്കര ഒരു പ്രേമബന്ധത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചാപ്പലിൽ നിന്ന് ഇറങ്ങിയാലും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ബസ്സിൽ കയറുമ്പോഴും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, സൈക്കിൾ ഓടിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ പള്ളി പോവാണ്ട് ഇങ്ങനെ ഉഴപ്പി ബെഡിൽ കിടക്കുകയാണെങ്കിൽ എണ്ണീക്ക് പള്ളി പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു ഈശോയിലേക്ക്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ വിത്തിട്ട് എന്നെ ഞാനാക്കിയ ഒരപ്പൻ്റെ കഥ. ആദ്യം പ്രാർത്ഥിക്കാനൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് എവിടെ നിന്നൊക്കെയോ അതങ്ങ് കൂട്ടിച്ചേർക്കപ്പെടുമായിരുന്നു എന്ന് പറയാം. നല്ലതായിട്ട് സ്തുതി പഠിപ്പിച്ചു തന്നു, പരിശുദ്ധാത്മാവിന് പറഞ്ഞു തന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോഴേക്കും ഇങ്ങനെ കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടൂല. ഇങ്ങനെ ഉള്ളിൽ കിടന്ന ഒരു ആത്മാവിൻ്റെ ഒച്ചപ്പാട് കേൾക്കും. അങ്ങനെ അപ്പോൾ വീണ്ടും അത് കറക്റ്റ് ചെയ്യുക, വീണ്ടും കറക്റ്റ് ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവമായി. ഓരോ ടൈമിലും ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടാണ് നടക്കാറ്. അപ്പോൾ ഇതെന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയണ ഒരു സംഭവം. എപ്പോഴെങ്കിലും എൻ്റെ ചിരി മാഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ എല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് ബാഹ്യമായ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇന്ന് വരെ ഒരു കാരണമായിട്ടില്ല. കാരണം അങ്ങനെയുള്ള കാരണങ്ങൾ ഉള്ളപ്പോഴും ഞാൻ ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. എൻ്റെ പ്രശ്നം ഞാൻ ആത്മാവിൽ എൻ്റെ ഈശോയുമായിട്ട് അകന്നു പോകുമ്പോൾ ഞാൻ അവിടെ തകർന്നു പോകണു എന്നുള്ളതാ. അപ്പം എനിക്ക് ചുറ്റുമുള്ള ഒന്നും എല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, എല്ലാം ഒക്കെ ആവാണ്ടിരിക്കും. ഇത് ഈശോയെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ എന്ത് പ്രശ്നത്തിൽ നിന്നാലും അവിടെ എനിക്ക് ആനന്ദത്തിനപ്പുറത്തേക്ക് ഒരു സാധനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് പൊതുവെ എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും.
അറിയില്ല എങ്ങനെയാ അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ചുറ്റുമുള്ള ഒരു യുവജനങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരിക്കലെങ്കിലും ആ കർത്താവിൻ്റെ ആനന്ദം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഒരു കാര്യത്തിനും ആ ഒരു കിട്ടിയ ആനന്ദത്തോളം വലുതായിട്ട് വരില്ല. നമ്മളിങ്ങനെ തകർന്നു പോയിക്കായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഒരു പാപ സാഹചര്യത്തിലായിരിക്കും. നമുക്ക് പല തെറ്റിലേക്കുള്ള ടെമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾക്ക് പ്രലോഭനങ്ങൾ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളിങ്ങനെ ഭയങ്കര ഫുൾഫില്ലായിട്ട് നമ്മളുടെ ആ ഒരു പ്ലഷറിൽ നിർത്താൻ പറ്റുന്ന ദൈവത്തിൻ്റെ ഒരു ആനന്ദം, ഇത് ശരിക്കൊരു അഡിക്ഷൻ തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ കുരിശിൻ്റെ താഴെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. എങ്ങനെയാണ് വിശുദ്ധരുണ്ടായെന്ന് ചോദിച്ചാലും ഞാൻ അനുഭവിച്ചേക്കണ ഈശോയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് അവരൊരു വിശുദ്ധ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് കഠിനമായ ത്യാഗം ചെയ്തിട്ടാണെന്ന് ഞാൻ പറയില്ല. കാര്യം അവർ ആ ഒരു അഡിക്ഷൻ അനുഭവിച്ചിട്ടുണ്ട്. ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ അഡിക്ഷൻ കിട്ടിയിരിക്കണത് കൊണ്ടാണ് അവിടെ തന്നെ ആയിരുന്നത്. ഇപ്പോൾ ഈ അൽഫോൺസാമ്മയുടെ കഥ എടുക്കുക. അൽഫോൺസാമ്മയുടെ കഥയിൽ അൽഫോൺസാമ്മ എന്തിനാ തീയിലോട്ട് എടുത്ത് ചാടി? അൽഫോൺസാമ്മയ്ക്ക് അറിയാം ഒരു പ്രേമത്തിലായിരുന്നു പുള്ളിക്കാരത്തി. അതുകൊണ്ട് ആ ഒരു തീയിലോട്ട് എടുത്ത് ചാടുമ്പോഴും ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് മറ്റേത് ലോകത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊന്നും കാണാൻ പറ്റണില്ല എന്നുള്ളൊരു സാധനമായിരുന്നു അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതറിഞ്ഞാൽ ആർക്കും പോകാൻ പറ്റില്ല. ഇതനുഭവിച്ചാൽ ആർക്കും ഇവിടെ നിന്ന് മാറി ചിന്തിക്കാനും പറ്റില്ല. ഈ കർത്താവിലോട്ട് അടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും സ്നേഹമായിരിക്കും. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ സ്നേഹം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ചുറ്റുമുള്ള എല്ലാവരിലോട്ടും അത് അനുഭവിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലോ, നമ്മൾ എന്തെങ്കിലും തെറ്റിപ്പെട്ട് നിൽക്കുകയാണെങ്കിലോ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും. നമ്മൾ ഓക്കെ അല്ല. അപ്പോൾ വിചാരിക്കും എന്തെങ്കിലും വേറെ, ഇപ്പോൾ ജോലിയുടെ എന്തെങ്കിലും കാര്യത്തിലാണോ, അല്ലെങ്കിൽ പഠിക്കാത്ത എക്സാമിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രഷറിലാണോ, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ആണോ? ഒന്നുമല്ല. ഇഷ്യൂ കാണുന്നില്ല, ഇഷ്യൂ ഇല്ല. ഇഷ്യൂയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ എൻ്റെ ഡോപ്പമിനൊക്കെ പോയിന്നേ. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹാപ്പി ഹോർമോൺസിനെ ഒന്നും കാണാനില്ല. സോ ഞാൻ സാഡാണ്. ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ വീണ്ടും ഓക്കെ അല്ലാതിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ എനിക്ക് കുറേ കഥകളൊന്നും പറയാനില്ല. അല്ലാതെ ഈശോയുടെ സ്നേഹം അത് അനുഭവിക്കാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് വലിയ കഥയൊന്നും ഇല്ലാന്ന്. അതിനപ്പുറത്തേക്ക് ഭയങ്കര സാധനങ്ങളൊന്നുമില്ല. താങ്ക്സ് സോ മച്ച് ഗൈസ്. ബൈ ബൈ.